നമ്മുടെ കൊച്ചിയിൽ ഇപ്പോൾ റാപ്പിഡോ ഊബർ ബൈക്ക് സർവീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഓട്ടോ ചേട്ടന്മാരും റാപ്പിഡോ ബൈക്കിലെ ചേട്ടനും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് ആക്ച്വലി ഇതൊരു പബ്ലിക് ഒപ്പീനിയൻ ആയിട്ട് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് ആക്ച്വലി പ്രശ്നം എന്നുള്ളത്. അവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങിയേക്കണത്. അപ്പൊ അവർക്കും ജീവിക്കാനുള്ള അവസരം ഈ ലോകത്തുണ്ട്. അവർ ജീവിക്കട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. ഇൻഷുറൻസ്, ടാക്സ് എല്ലാം ഞങ്ങൾ അടക്കണല്ലേ, ടെസ്റ്റ് ഒക്കെ വന്നല്ലേ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അതൊരു ഓട്ടം ശരിക്ക് ഞങ്ങൾക്ക് ബാധിക്കും. നിങ്ങളെ ബാധിക്കും. ഞങ്ങളെ ബാധിക്കും. ഊബർ ബൈക്ക് ടാക്സി, റാപ്പിഡോ ബൈക്ക് ടാക്സി എന്നൊക്കെ പറഞ്ഞപ്പോ കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കുന്നില്ലേ? ഓട്ടോ ആയിരിക്കും ചൂസ് ചെയ്യുക, അതുപോലത്തെ ബൈക്ക് ടാക്സി ആയിരിക്കും ചൂസ് ചെയ്യുക. ബൈക്ക് ടാക്സി പിന്നെ ബ്ലോക്ക് ഒക്കെ അല്ല, അപ്പൊ ബൈക്ക് ടാക്സി ആണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ പോകാൻ പറ്റുമായിരിക്കില്ല. നമുക്കിനിയിപ്പോ അടുത്ത വർഷം ടെസ്റ്റിന് കൊണ്ടുപോകണ വണ്ടി പൊളിക്കാൻ കൊടുക്കണം എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നതാണ്. ബൈക്കും കൂടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ സകല പരിപാടിയും പൊളിഞ്ഞു. റാപ്പിഡോ ബൈക്കും യൂബർ ബൈക്ക് ടാക്സി ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നോർമൽ ടാക്സി സേഫ്റ്റിയാണ് നോക്കുന്നത്. അപ്പൊ ഇതിലേക്ക് പോകും നോർമൽ ഓട്ടോ കാര്യങ്ങൾ. ടാക്സും കാര്യങ്ങളും അടയ്ക്കണം. അവർക്ക് ആകെ ഒരു ടാക്സേ ഉള്ളൂ, വർഷത്തിൽ ആകെ ഒരൊറ്റ ടാക്സേ ഉള്ളൂ. സാധാരണക്കാർക്ക് ഗുണം മറ്റേതാണ്. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതില്. കാര്യം എന്ന് പറഞ്ഞപ്പോ ഒരാള് യൂസ് ചെയ്തൊരു ഹെൽമെറ്റ് ആണ് മറ്റേ യൂസ് ചെയ്യണത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടില്ല. ഇതല്ലല്ല, എങ്ങനെയുള്ള ആൾക്കാരാണ് ഓടിക്കണെന്ന് അറിയാം. ഇത് 3 വീലർ 4 വീലർ ആകുമ്പോ ഇത്തിരി കൂടെ സേഫ്റ്റിയാണ്. ഈസിയാണ്. റേറ്റും കൂട്ടി മേടിക്കത്തില്ല, ഫിക്സഡ് റേറ്റിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് ചൂസ് ചെയ്യുള്ളൂ. ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ യൂബർ ബൈക്കും റാപ്പിഡോ ബൈക്കൊക്കെ വരുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ചെറിയ റേറ്റിൽ നമുക്ക് വലിയ ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷെ നേരെ തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഓട്ടോക്കാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടാക്സും ഇൻഷുറൻസിന്റെ എമൗണ്ട് ഒക്കെ അടച്ചിട്ടാണ് ഓരോ വർഷം ഇവിടെ കിടന്ന് ഓടുന്നത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതൊക്കെ ഓൾറെഡി ചെന്നൈയിലും ബാംഗ്ലൂരും പല സ്ഥലങ്ങളായിട്ട് നടക്കുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ അത് ഒരു പുതിയ കാര്യമല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊരു പുതിയ കാര്യമാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം.